നമസ്തേ ബച്ചോ, പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നത്തെ വീഡിയോയിൽ ടീച്ചർ പറയാൻ ഉദ്ദേശിക്കുന്നത് സെക്കൻഡ് യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള വൈറ്റ് ക്യാപ്പ് ആ ചാപ്റ്ററിൽ വരുന്ന ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പേജ് നമ്പർ 36 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. यहाँ शहर के विकास और मजदूरों के जीवन के बीच की कौन सी स्थिति दिखाई देती है? ഇവിടെ പട്ടണത്തിൻ്റെ വികാസവും അതുപോലെ തന്നെ തൊഴിലാളികളുടെ ജീവിതത്തിൻ്റെ ഇടയിലും ഏത് സ്ഥിതി എന്താണ് ഇവിടെ കാണാൻ കഴിയുന്നത് എന്നാണ്. ഏത് സ്ഥിതിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് എന്നാണ്. आंसर നോക്കാം. शहर के विकास और मजदूर के जीवन के बीच एक विरोधाभासी स्थिति दिखाई देती है. അങ്ങനെ പറയാൻ കാരണം ഒരുപാട് അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ വന്ന് താമസിക്കുന്നുണ്ട് അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് അല്ലേ. അപ്പോൾ അവർക്ക് എന്താണ് സ്ഥിരമായിട്ട് ഒരു താമസ സൗകര്യം ഉണ്ടായിരിക്കുന്നല്ല. അവർ താൽക്കാലിക വീടൊക്കെ വെച്ചിട്ടായിരിക്കും താമസിക്കുന്നത്. അതുപോലെ തന്നെ അവർക്ക് വേണ്ട വിധ സൗകര്യങ്ങളും ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേജ് നമ്പർ 37 യഹാ കേശവ് കി വ്യക്തിത്വക്ക് ക്യാ ക്യാ വിശേഷതായും ഉഭരാത്തി ഹെ. ഇവിടെ കേശവൻ്റെ വ്യക്തിത്വം എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ വിശേഷതകളാണ് കാണാൻ കഴിയുന്നത്. आंसर നോക്കാം. സാമാജികത, ധൈര്യ और सहनशीलता, मजाक सहन करने की क्षमता, जिम्मेदार और समझदार और उत्सुक ജിജ്ഞാസു ആദി വിശേഷതായും ഉഭരാത്തി ഹെ. ഒന്നുകൂടി പറയാം. സാമാജികത, ധൈര്യ और सहनशीलता, मजाक सहन करने की क्षमता, जिम्मेदार और समझदार और उत्सुक और ജിജ്ഞാസു ആദി വിശേഷതായും ഉഭരാത്തി ഹെ. അടുത്തത് 37 മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഗുല്ലു കോ ഖേൽനെ ന ഭേജനെ കെ ഗർവാലോം കെ ഇരാദെ പർ ആപ്കാ വിചാർ ക്യാ ഹെ. ഗുല്ലുവിനെ കളിക്കാൻ പറഞ്ഞയച്ചില്ല അല്ലേ, കേശവ് വിളിക്കാൻ പോയപ്പോൾ. അപ്പോൾ ഈ വീട്ടുകാരുടെ ആ ഒരു വിചാർ ശരിയാണോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് വിടാതിരുന്നത് എന്നുള്ളതാണ് വ്യക്തമാക്കാൻ പറഞ്ഞിട്ടുള്ളത്. ആൻസർ നോക്കാം. ഗുല്ലു കോ ഖേൽനെ ന ഭേജനെ കെ ഗർവാലോം കോ ഇരാദ ഉചിത് നഹി ത. അവരുടെ ഈ ഒരു എന്താണ് ഇരാദ അല്ലേ, അതെന്താണ് ഉചിതമല്ല. ഗേൽ ബച്ചോം കെ ലിയെ ശാരീരിക और മാനസിക വികാസ് കെ ലിയെ ആവശ്യക ഹോത്താ ഹെ. കളി എന്ന് പറഞ്ഞത് കുട്ടികളുടെ ഫിസിക്കലി മെൻ്റലി ശാരീരികമായും മാനസികമായിട്ടുള്ള വികാസത്തിന് നല്ലതാണ്, ആവശ്യമാണ്. ഗുല്ലു കോ പഠായി കെ സാത്ത് സാത്ത് ഖേൽനെ കാ ഭി അവസർ മിൽനാ ചാഹിയെ. ഗുല്ലുവിന് എന്താണ് പഠനത്തോടൊപ്പം കളിക്കാനുള്ള അവസരവും നൽകണം. खेलने से बच्चों में सहयोग, अनुशासन और नेतृत्व की भावना विकसित होती है. കളിക്കുന്നതിലൂടെ എന്താണ് കുട്ടികൾക്ക് എന്താണ് ലീഡർഷിപ്പ് ക്വാളിറ്റിയും സഹകരണ മനോഭാവവും ഒക്കെ ലഭിക്കുന്നു എന്നാണ് പറയുന്നത്. അടുത്തത് പേജ് നമ്പർ 38 കേശവ് ऐसा सपना क्यों देखता होगा. കേശവ് ഇങ്ങനെ സ്വപ്നം കാണാൻ കാരണം എന്താണ് എന്നാണ്. കേശവ് ക്രിക്കറ്റ് കോ ബഹുത് പസന്ത് കർത്താ ഥാ. കേശവ് എന്താണ് ക്രിക്കറ്റിനെ വളരെയധികം സ്നേഹിച്ചിരുന്നു. ലേക്കിൻ ഉസ്കെ പാസ് ഖുദ് കാ ബല്ല और गेंद नहीं था. അവൻ എന്താണ് സ്വന്തമായിട്ട് എന്താണ് ബാറ്റും ബോളും ഉണ്ടായിരുന്നില്ല. और उसे अक्सर गेल से बाहर रखा जाता था. അതുകൊണ്ട് അവൻ എപ്പോഴും എന്താണ് കളിക്ക് പുറത്തായിരുന്നു. വഹ് കേവൽ കിനാരെ बैठकर दूसरों को खेलते हुए देखता था. അവൻ എപ്പോഴും എന്താണ് ഒരു സൈഡിൽ ഇരുന്നിട്ട് മറ്റുള്ളവരുടെ കളി കാണുമായിരുന്നു. उसे अपमानित भी होना पड़ता था क्योंकि बड़े लड़कों उससे गेंद मांगवाते और उसे गेल में शामिल नहीं करते. എല്ലാവരും അവനെ അപമാനിക്കുക കൂടി ചെയ്തിരുന്നു. മാത്രമല്ല അവനെ എന്താണ് പന്ത് എടുത്തുകൊണ്ട് വരാനും മാത്രമല്ല കളിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് കേശവ് ഇങ്ങനെയൊക്കെ സ്വപ്നം കാണാൻ തുടങ്ങിയത് അല്ലേ. അവൻ അതുകൊണ്ടാണ് ക്രിക്കറ്റ് ഒരുപാട് ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സ്വപ്നം കാണുന്നത്. അടുത്ത പേജ് നമ്പർ 40 ചലോ യാർ കാം ബൻ ഗയ ക്യാ ലഡ്കോം കാ യഹ് വ്യവഹാർ ഉചിത് ഹെ ക്യോ. അപ്പോൾ പറയാണ്, വാ നമ്മുടെ ജോലി കഴിഞ്ഞ് നമുക്ക് പോവാം എന്ന് ആൺകുട്ടികൾ പറയുന്നുണ്ട്. അവരുടെ ഈ ഒരു സ്വഭാവം ഉചിതമാണോ, എന്തുകൊണ്ട് എന്നാണ് നമുക്ക് നോക്കാം.
नहीं, लड़कों का यह व्यवहार बिल्कुल अनुचित और संवेदनशील है। उन्होंने केशव के सिर्फ एक साधन की तरह देखा। जब तक ज़रूरत थी उसे बुलाया और जैसे ही काम पूरा हुआ उन्होंने उसके प्रति कोई ചിന്ത नहीं दिखाई. അവരുടെ ആവശ്യം കഴിഞ്ഞപ്പോൾ എന്താണ്, അവർ കേശവനെ കുറിച്ച് ചിന്തിച്ചില്ല അല്ലേ. മാത്രമല്ല അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അവനെ ഉപയോഗിച്ചിരുന്നത്, ബോൾ എടുക്കാൻ വേണ്ടി. ഇതെന്താണ്, അവരുടെ വ്യവഹാരം എന്താണ്, എന്തായാലും ഒരു അനുചിതമാണ് അല്ലേ, ഉചിതമല്ല. മാത്രവുമല്ല കേശവനൊരു സാധനം പോലെ, അല്ലെങ്കിൽ അവർക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സാധനം പോലെയാണ് അവർ കേശവനെ എന്ത് ചെയ്തിരുന്നത്, കണ്ടിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ പേജ് നമ്പർ 41 यहाँ केशव के प्रति लड़कों की मनोवृत्ति में आया परिवर्तन किसकी ओर संकेत करता है. ഇവിടെ കേശവനോട് ആൺകുട്ടികൾക്ക് ഒരു എന്താ പറയുക, അവരുടെ മനസ്സ് മാറിയില്ലേ, അവനോടുള്ള ആ ഒരു പെരുമാറ്റം എന്തിനെയാണ് ആ ഒരു മാറ്റം അവർക്കുണ്ടായത്, എന്തിൽ നിന്നാണ്, അല്ലെങ്കിൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യഹാം കേശവയ്ക്ക് പ്രതി ലഡുക്കോം की मनोवृत्ति में आया परिवर्तन मानवता सहानुभूति और आत्मबोध की ओर संकेत करता है. ഇതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്, അവർക്ക് അവനോട് എന്താണ്, ഒരു സ്നേഹം വന്നു അല്ലേ, ഒരു ഫീല് വന്നു, സഹാനുഭൂതി വന്നു അല്ലേ, ഒരു ആത്മബോധം വന്നു, ഒരു ബോധം വന്നു അവർ കാരണമാണ് അവനങ്ങനെ സംഭവിച്ചത്, അല്ലെങ്കിൽ അവനോട് അവർക്ക് അനുകമ്പ തോന്നി. पहले जो लड़के केशव को केवल एक काम चलाऊ साथी या खिलाड़ी की कमी पूरी करने वाले समझते थे. ആദ്യമൊക്കെ അവരെന്താണ്, ഒരു കേശവനെ അവരുടെ കാര്യം നടക്കാൻ വേണ്ടി മാത്രം ഒരാളായിട്ടാണ് കണ്ടത്, അല്ലെങ്കിൽ खिलाड़ी की कमी पूरी करने वाले समझते थे. अब उन्होंने उसके प्रति सच्ची चिंता अपनत्व और मित्रता दिखाई. ഇപ്പോഴാണ് അവനെ എന്താണ്, ഒരു ഫ്രണ്ടായിട്ടൊരു സാധ്യമായിട്ടൊക്കെ അംഗീകരിച്ചത്. लास्ट क्वेश्चन पेज नंबर 42 कैप उतार कर ऑटो के बाहर लहराना किसका सूचक है. केशव द्वारा कैप को ऑटो के बाहर उसकी खुशी, आत्मविश्वास और आत्मसम्मान का प्रतीक है. അപ്പോൾ അവനെന്താണ്, അവന് സന്തോഷവും ആത്മവിശ്വാസവും ഒക്കെ വന്നു. यह दृश्य केशव के जीवन में एक सकारात्मक मोड़ और उसके आत्मविश्वास की വാപ്പസിക്ക സശക്ത് സംഗീത. അവന് എന്താണ്, ഒരു ആത്മവിശ്വാസവും ആ ഒരു പുതിയൊരു ടേണിംഗ് പോയിൻ്റാണ് അവൻ്റെ ലൈഫിൽ ഈ ഒരു സംഭവം. അവനെ അംഗീകരിച്ചത് മാത്രമല്ല അവൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പും ഒക്കെയാണ് ഇതിന് കാരണം. അടുത്തത് പേജ് നമ്പർ 43 ഗതിവിധി ഞാൻ കൊടുത്തിട്ടുണ്ട്. കഹാനിക പ്രസംഗ് സമച്ചയും ചർച്ച കരയും എന്നാണ്. നമുക്ക് നോക്കാം. कहानी में चित्रित प्रवासी मजदूर परिवार की चुनौतियां क्या है. ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്ന തൊഴിലാളി വർഗ കുടുംബങ്ങളുടെ അവരുടെ വെല്ലുവിളികൾ എന്തൊക്കെയാണ്. प्रवासी मजदूरों को अपने गाँवों से बहुत दूर रहना पड़ता है. അവരുടെ ഗ്രാമത്തിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് താമസിക്കുന്നത്. ऐसे मजदूर निर्माणाधीन इमारतों के पास ही किसी कोने में रहकर भोजन बनाते हैं और रात ഗുസാർത്തെ രഹത്തെ. അവർ ആ പണി നടക്കുന്ന കെട്ടിടത്തിൻ്റെ അടുത്തെവിടെയെങ്കിലും താൽക്കാലികമായി വീട് വെച്ച് താമസിക്കുന്നു, ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നു, രാത്രി ചിലവഴിക്കുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കേശവ് ഷഹർക്ക് അപ്പിനെ ഠേരെ സെ ക്യോ ബാഹർ നിക്കൽത്താ ഹെ. ആ പട്ടണത്തിൽ ആ താൽക്കാലികമായ ടെൻറ്റിൽ നിന്ന് എന്തുകൊണ്ടാണ് അവൻ പുറത്ത് വന്നത് എന്നാണ്. അപ്പിനെ ഠേരേമേ കുച്ച് ദിൻ കേശവ് ആകുലാത്ത പടാ രഹ. അവന് വേവലാതിയും ടെൻഷനോടൊക്കെയാണ് ഇരുന്നത്. ഫിർ ആസ്പാസ് കെ ചക്കർ ലഗാനെ കെ ലിയെ ബാഹർ നിക്കൽ. അവൻ അടുത്ത സ്ഥലങ്ങളൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാൻ വേണ്ടിയിട്ടാണ് അവൻ പുറത്തോട്ട് വന്നത്. അടുത്തത് കേശവയ്ക്ക് സപ്നോം കെ പ്രതി ഉസ്കെ മാതാപിതാക്ക രവയ്യ ക്യാ ഥാ. കേശവൻ്റെ സ്വപ്നങ്ങളോടുള്ള അമ്മയുടെയും അച്ഛൻ്റെയും ഒരു രീതി, നടപടി, ബിഹേവിയർ, മാനർ എന്നൊക്കെയാണ് റവയ്യയുടെ മീനിങ്. അതെന്തായിരുന്നു, അവൻ്റെ സ്വപ്നത്തോടുള്ള അവരുടെ ഒരു നടപടി എന്തായിരുന്നു എന്നാണ്. ആൻസർ നോക്കാം. കേശവനെ സപ്നെ में देखा कि वह नए बल्ले വൈറ്റ് ക്യാപ്പ് ആദി के साथ ക്രിക്കറ്റ് खेलता है. അവൻ പുതിയ ബോളും ബാറ്റും വൈറ്റ് ക്യാപ്പൊക്കെ വെച്ച്
ക്രിക്കറ്റ് കളിക്കുന്നതാണ്. വഹ സ്വപ്ന ദേഖ് ബഡ്ബഡാത്തെ ഹുയെ ജാഗ് ഉഡാ തബ് ഉസെ മാതാപിതാ കി ഡാണ്ട് ഗാനി പടി. അവന് അങ്ങനെ അങ്ങനെയാണ് ആ ഒരു സ്വപ്നമൊക്കെ കണ്ട് അവൻ ഉണരുമ്പോൾ എന്താണ് അവൻ്റെ അച്ഛനും അമ്മയും വഴക്ക് പറയുന്നതാണ്. ഇങ്ങനെ എന്താ ചെവിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ചീത്ത വിളികളൊക്കെ. അതായത് അവർക്ക് എന്താണ് ക്രിക്കറ്റ് കളിക്കുന്നതിനോടും ബാറ്റും ബോളും വാങ്ങിക്കൊടുക്കുന്നതിനൊന്നും താല്പര്യമില്ല, അവൻ പഠിക്കുന്നതിലായിരുന്നു അവർക്ക് താല്പര്യം. അടുത്ത ക്വസ്റ്റ്യൻ, कहानी के आरंभ में केशव के प्रति शहरी लोगों का कौन सा मनोभाव दिखाया गया है? എന്താണ് കഥയുടെ തുടക്കത്തിൽ കേശവിനോടുള്ള ഷഹരി ലോകവും പട്ടണത്തിലെ ആളുകൾക്കുള്ള എന്ത് മനോഭാവമാണ് ഇവിടെ പ്രകടമാകുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. കേശവ് ഏക് മസ്ദൂർ പരിവാർ കാ ലഡ്കാ ഹെ. അവനെന്താണ് ഒരു തൊഴിലാളി കുടുംബത്തിലെ ഒരു കുട്ടിയാണ്. ക്രിക്കറ്റ് ഖേൽനെ വാലെ ബച്ചോ മേ ഉസെ അപ്നെ ഹസി മസാഖ് കാ വിഷയ ബനായാ താ. എന്താണ് അവരുടെ ചിരികളിലും കളികളിലും ഒരു വിഷയം, അവരുടെ കോമഡിക്കും തമാശയ്ക്കും ഉള്ള ഒരു കളിയാക്കലിനുള്ള ഒരു വിഷയമായിട്ടാണ് അവർ കേശവനെ കണ്ടത്. അടുത്ത, കേശവ് കെ പ്രതി ഷഹരി ലഡ്കോം കാ മനോഭാവ് കൈസെ ബദൽത്താ ഹെ. എങ്ങനെയാണ് ആ ആൺകുട്ടികൾക്ക് അവനോടുള്ള മനോഭാവം മാറിയത്? ക്രിക്കറ്റ് ബോൾ ലേനെ കെ ലിയെ കേശവ് ഏക് ഇമാരത്ത് കി തീസരി മൻസിൽ പർ ജാത്താ ഹെ. അവൻ ആ ബോൾ എടുക്കാൻ ഒരു 3-ാം നില കെട്ടിടത്തിൻ്റെ മുകളിൽ പോയി. പർ ഗിർക്കർ ഘായൽ ഹോ ജാത്താ ഹെ. അവന് വീണിട്ട് എന്താ പരിക്ക് പറ്റി. ഇസ് ഘടനാസെ കേശവ് കെ പ്രതി ഷഹരിൽ ലഡ്കോം കാ മനോഭാവ് ബദൽ ജാത്താ ഹെ. ഈ ഒരു ഘടനയിൽ നിന്ന്, ഈ ഒരു സംഭവത്തിൽ നിന്നാണ് അവരുടെ സ്വഭാവത്തിലും മനസ്സിനൊക്കെ ഒരു ചേഞ്ച് വന്നത്. അടുത്തത്, കേശവ് കോ മാ ബാപ് കെ സാത്ത് ഗാവ് വാപ്പസ് ക്യോ ജാനാ പട. അവരെ എന്തുകൊണ്ടാണ് കേശവ് അച്ഛനോടൊത്തും അമ്മയോടൊത്തും അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ തിരികെ നാട്ടിലോട്ട് പോകാൻ എന്താണ് കാരണം? एक इमारत की तीसरी मंजिल से क्रिकेट बॉल लेने के प्रयास में केशव को चोट लगी, इसलिए उसे माँ बाप के സാത്ത് ഗാവ് വാപ്പസ് ജാന പട. അവൻ എന്താണ് 3-ാം നില കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും താഴെ വീണിട്ട് അവൻ എന്താ പരിക്ക് പറ്റി. അതുകൊണ്ടാണ് അവൻ അവൻ്റെ പാരൻസിൻ്റെ കൂടെ നാട്ടിലോട്ട് പോകാൻ കാരണം. അടുത്തത്, കഹാനിക്ക് ചരമ സീമ പർ ആപ്ക വിചാർ ക്യാ ഹെ. കഹാനിയുടെ ചരം സീമ, ലാസ്റ്റ് ഒരു എൻഡിങ്ങിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നാണ്. കഹാനിക്ക് അന്ത് കേശവ് കെ പ്രതി ലഡ്കോം കാ മനോഭാവ് അച്ഛാ ഹോത്താ ഹെ. അവരുടെ മനോഭാവം മാറി. കേശവ് കെ മൻ മേ ഭി ദോസ്തി കി ഭാവന ഹെ. കേശവൻ്റെ മനസ്സിലും എന്താണ് ദോസ്തിയുടെ ഒരു വിചാരം വന്നു. വേ ഫിർ മിൽനെ കെ ലിയെ അലഗ് ഹോ ജാത്താ ഹെ. അവരെന്താണ് പിന്നീട് ഒരുമിക്കാൻ വേണ്ടി ഇപ്പോൾ താൽക്കാലികമായിട്ടൊന്ന് പിരിയുന്നത്. ഇസ് തരഹ് കഹാനിക്ക് ചരം സീമ അച്ചി ഹെ. ഇതുകൊണ്ടൊക്കെ എന്താണ് കഹാനിയുടെ എൻഡിങ് വളരെ നന്നായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അടുത്ത പേജ് നമ്പർ 43-ൽ സഹി ആശയ ചുനെ മിലാൻ കരെ എന്നാണ്. ഘട്ന കഥൻ ആശയ 2 കോളം തന്നിട്ടുണ്ട്. ഫസ്റ്റ് ലഡ്കോം ने कुछ दिनों अपने खेल में तो शामिल नहीं किया, मगर उसे अपनी हंसी मजाक का विषय ज़रूर बना लिया था. ഇതിന് മാച്ചായിട്ടുള്ള ആശയം എന്ന് പറയുന്നത് സാമൂഹിക ഗൽഗാവാണ്. അടുത്തത്, അബ് ജബ് തും ലൗട്ടേഗി കേശവ് തോ ഹമാരി ടീം സെ ഖേൽന എന്നുള്ളത് സാമാജിക് समावेशाണ്. रात को सपने में केशव अपने को अक्सर क्रिकेट खेलता देखा करता എന്നുള്ളത് उम्मीद की ഭാവനയാണ്. ലാസ്റ്റ്, ചൗക്ക് തക്ക് ദൗഡ് കർ ദോ ലോഗ് ജാവോ ഓർ കോയി ഭി ആട്ടോ ടാക്സി മിലെ ഫൗരൻ ലേക്കർ ആവോ എന്നുള്ളത് വിപത്തി കി സ്ഥിതി കാ സാമന കർണ എന്നുള്ളതാണ്. അടുത്തത്, ചർച്ച കരേം ഓർ ലിഖിയും കഹാനി കാ കോൺ സാ പാത്ര ആപ്കോ സബ്സെ ജ്യാദ പസന്ത് എന്നുള്ളതാണ്. ആയ ഓർ ക്യോ. നിങ്ങൾ ഈ കഹാനിയിൽ ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രത്തിനെ കുറിച്ചിട്ട് എഴുതാനാണ്. അതിൽ ഈ ഡീറ്റെയിൽസൊക്കെ ഉൾപ്പെടുത്തണം. പാത്രക്ക നാം, പാത്രയ്ക്ക് വിശേഷത, പാത്രക്ക വ്യക്തിത്വ, പാത്രക്ക മനോഭാവ്, പാത്രയ്ക്ക് ഭൂമിക. അപ്പോൾ നമുക്ക് കേശവനെ കുറിച്ചൊന്ന് നോക്കാം. പാത്രക്ക നാം കേശവ്. പാത്രയ്ക്ക് വിശേഷത എന്താണ്? കേശവ് ഗരീബ് മസ്ദൂർ പരിവാർ का लड़का है. तीसरी कक्षा की परीक्षा के बाद वह अपने गाँव से माता पिता के पास शहर में जाने का जिद करता है. वहाँ आकर वह क्रिकेट खेलने वाले कुछ लड़कों से मिलता है. लड़के उससे उपेक्षा का व्यवहार करता है, पर वह उनकी सहायता
लिखता है अंत में सबका दोस्त बन जाता है. അപ്പോൾ അവൻ്റെ വിശേഷത എന്താണ്? അവൻ എന്താണ് തൊഴിലാളി വർഗത്തിൽ നിന്ന് കുടുംബത്തിൽ നിന്നും വന്ന ഒരു ആൺകുട്ടിയാണ്. മൂന്നാം ക്ലാസ്സിലെ പരീക്ഷ എഴുതിയതിനു ശേഷം അവൻ്റെ ഗ്രാമത്തിൽ നിന്നും അച്ഛൻ്റെ അമ്മയുടെയും അടുത്തേക്ക് പട്ടണത്തിലേക്കാണ് അവൻ വരാൻ വാശി പിടിച്ചിട്ട് വന്നു. അവിടെ നിന്ന് എന്താണ് ക്രിക്കറ്റ് കളിക്കാൻ കുറച്ച് ആൺകുട്ടികളെ കിട്ടുന്നു. അവരെന്താണ് അവനെ വലിയ കമ്പനിയൊന്നും ഇല്ലാതെ അവരുടെ കാര്യങ്ങൾക്ക് മാത്രമായിട്ട് കേശവനെ ഉപയോഗിച്ചു. പിന്നീട് എന്താണ് അവരെ എന്താണ് കേശവ് ഹെൽപ്പ് ചെയ്തു അല്ലേ, ബോളൊക്കെ എടുത്തു കൊടുത്തിട്ടും. അങ്ങനെയാണ് അവരുമായിട്ട് എന്താണ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നത്, ഫ്രണ്ടാവുന്നത്. പാത്രയ്ക്ക് വ്യക്തിത്വ केशव को अपने माता पिता से प्यार है. वह सरल स्वभाव का है. क्रिकेट खेलने वाले लड़के पहले उससे बुरा व्यवहार करता है, पर वह सबसे दोस्ती का व्यवहार करता है. वह सब सहायता भी करता है, इसलिए अंत में सब अच्छे दोस्त बन जाते हैं. അവനെന്താണ് അച്ഛനെയും അമ്മയും വളരെ ഇഷ്ടമായിരുന്നു. അവനെന്താണ് സരളായിട്ടുള്ള ലളിതമായിട്ടുള്ള അവന് നല്ല ക്യാരക്ടറായിരുന്നു. ക്രിക്കറ്റ് ഖേൽനെ വാലെ ലടിക്കെ പെഹലെ ഉസേ ബുറാ വ്യവഹാർ കർത്താ ഹെ. ക്രിക്കറ്റ് കളിക്കുന്ന ആൺകുട്ടികൾ അവനെ അതൊരു ചീത്ത രീതിയിലാണ് അവനെ ട്രീറ്റ് ചെയ്തത്. പിന്നീട് എല്ലാവർക്കും എന്താണ് നല്ല രീതിയിൽ അവനോട് പെരുമാറുകയും ഫ്രണ്ടാവുകയും ചെയ്യുന്നു. പാത്ര കാ മനോഭാവ് കേശവ് സബ്സെ പ്യാർ ഭരാ വ്യവഹാർ കർത്താ ഹെ. ഉസ്കെ മൻ മേ കിസി ബി വിദ്വേഷ് കി ഭാവന നഹി. എല്ലാവരോടും നല്ല രീതിയിലാണ് പെരുമാറിയിരുന്നത്, നല്ല സ്വഭാവമായിരുന്നു. ആരോടും എന്താണ് ഒരു വിദ്വേഷമോ ദേഷ്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല. പാത്രയ്ക്ക് ഭൂമിക എന്ന് പറയുന്നത് കേശവ് ഹി കഹാനി കാ നായക് ഹെ. വഹ സബ്കോ പ്രഭാവിത് കർത്താ ഹെ. അപ്പം എന്താണ് പ്രഭാവിത് കർത്താ ഹെ, എന്താണ് അവനാണ് ഈ ഇതിലെ നായക്ക്. മാത്രമല്ല എല്ലാവരോടും നല്ല പ്രഭാവശാലി, നല്ല സ്വഭാവത്തോടു കൂടിയാണ് പെരുമാറിയിരുന്നത്. എല്ലാവരെയും നല്ല സ്വാധീനിക്കാൻ അവന് കഴിഞ്ഞു. അടുത്തത് പേജ് നമ്പർ 45 कहानी के अंत में केशव के प्रति लड़कों के മനോഭാവ में बदलाव आता है. കഥയുടെ എൻഡിൽ എന്താണ് കേശവനോടുള്ള ആൺകുട്ടികളുടെ മനോഭാവം മാറുന്നുണ്ട്. ഗാവ് പഹൂഞ്ചനെ കെ ബാദ് കേശവ് അപ്പനെ അനുഭവ് ഡയറി മേൽ എത്താ ഹെ. ഗ്രാമത്തിലെത്തിയതിനു ശേഷം അവൻ്റെ ഡയറി എഴുതുകയാണ്, അവൻ്റെ എക്സ്പീരിയൻസ് അനുഭവം വെച്ചിട്ട്. വഹ ഡയറി ലിഖേമാണ്. ആ ഡയറി നിങ്ങളോട് എഴുതാനാണ് പറയുന്നത്. നമുക്ക് നോക്കാം. താരീഖ് ദിൻ എഴുതാം. ആജ് മേ അപ്പന ഗാവ് വാപ്പസ് ആയാ ഹും. ഞാൻ ഇന്ന് എൻ്റെ നാട്ടിലോട്ട് വന്നു. മേരെ മാതാപിതാ ഷഹർ മേ കിത്തന കഷ്ട സഹ രഹേ ഹെ. എൻ്റെ അച്ഛനും അമ്മയും പട്ടണത്തിൽ ഒരുപാട് കഷ്ടങ്ങളൊക്കെ സഹിച്ചു. യഹ് ദേഖ്നെ കാ അവസർ മുझे മിൽ ഗയ. ഇത് കാണാനുള്ള അവസരം എനിക്ക് ലഭിച്ചു. സാത്ത് ഹി ക്രിക്കറ്റ് ഖേൽനെ കാ കുച്ച് അവസർ ഭി. എനിക്ക് അതിൻ്റെ കൂടെ ക്രിക്കറ്റ് കളിക്കാൻ ഒരു അവസരം കിട്ടി. പർ മേ ബോൾ ലേനെ കെ ലിയെ കിസി ഇമാരത്ത് കി തീസരി മൻസിൽ പർ ഗയാ ഥാ. ഞാൻ ബോൾ എടുക്കാൻ 3-ാം നില കെട്ടിടത്തിൻ്റെ മുകളിലോട്ട് പോയി. വഹാസെ ഗിർ ചോട്ട് ബി ലഗി. അവിടെ നിന്ന് വീണ് എനിക്ക് മുറിവ് പറ്റി. പർ മുझे കുച്ച് അച്ഛേ ദോസ്ത് മിലെ. പക്ഷേ എനിക്ക് കുറച്ച് നല്ല ഫ്രണ്ട്സിനെ കിട്ടി. ഉന്നോനെ ക്രിക്കറ്റ് കെ കുച്ച് സാമാൻ ഭി മുझे ദേ ദിയ. അവരെനിക്ക് ക്രിക്കറ്റ് കളിക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ തന്നു. അപ്പോൾ മുझे സ്വസ്ഥ ഹോനെ കെ ലിയെ ഘർ മേ കുച്ച് ദിൻ ജറൂർ ആരാം കർനാ ഹെ. എനിക്ക് എൻ്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ വീട്ടിൽ കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമുണ്ട്. ഫിർ കബി ഷഹർ ജാക്കർ സബ്സെ മിൽനാ ബി ഹെ. എപ്പോഴെങ്കിലും പട്ടണത്തിൽ പോകുമ്പോൾ എനിക്ക് അവരെയൊക്കെ കാണണം. അടുത്തത് കേശവ് കെ ഗാവ് പഹൂഞ്ചനെ കെ ബാദ് കപ്താൻ കേശവ് കെ നാം പത്ര ലിഖ്താ ഹെ. വഹ പത്ര ലിഖിയ. അങ്ങനെ കേശവ് ഗ്രാമത്തിൽ എത്തിയതിന് ശേഷം ക്യാപ്റ്റൻ കേശവനൊരു ലെറ്റർ എഴുതാണ്. ആ ലെറ്റർ എഴുതാനാണ്. സ്ഥാൻ താരീഖ് പ്രിയമിത്ര കേശവ് കൈസേ ഹോ. നിനക്ക് സുഖാണോ? ആശ കർത്താ ഹോ കി തും സകുശൽ ഹോ. ഞങ്ങൾ കരുതുന്നു നിനക്ക് സുഖമാണെന്ന്. തബിയത്ത് കൈസി ഹെ. നിൻ്റെ ഹെൽത്ത് എങ്ങനെയുണ്ട്? ഡോക്ടറിനെ ക്യാ കഹ. ഡോക്ടർ എന്ത് പറഞ്ഞു? പഠായി കൈസി ഹെ. പഠിത്തം എങ്ങനെയുണ്ട്? യഹാ ഹം ലോഗ് തുമാരി പ്രതീക്ഷാമേ ഹെ. ഞങ്ങൾ നിൻ്റെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്, വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, കാത്തിരിക്കുകയാണ്. ജബ് ഹം മൈദാൻ മേ ഖേൽനെ ജാത്തെ ഹെ തുമാരി യാദാത്തി ഹെ. ഞങ്ങൾ മൈതാനത്തിൽ കളിക്കാൻ പോകുമ്പോൾ ഞങ്ങൾക്ക് നിൻ്റെ ഓർമ്മ വരുന്നുണ്ട്. തുമാരെ തും കബ് യഹാം വാപ്പസ് ആ ജാവോഗെ. നീ എപ്പോഴാണ് ഇനി തിരികെ വരുന്നത്? തുമാരെ ലിയെ ഹംനെ ഏക് നയാ ബല്ലാബി ഖരീദ് കർ രക്കാ ഹെ. നിനക്ക് വേണ്ടി ഞങ്ങളൊരു പുതിയ ബാറ്റും വാങ്ങി വെച്ചിട്ടുണ്ട്. ഹം ജൽദി ഹി ഫിർ മിലേങ്കെ. നമുക്ക് പെട്ടെന്ന് കാണാം. ജവാബിക്ക് പ്രതീക്ഷാം. എന്നതിൻ്റെ മറുപടി പ്രതീക്ഷിക്കുന്നു. പ്രതീക്ഷയോടെ തുമാരാ ദോസ്ത് നാം ഹസ്താക്ഷർ.
ഈ ഒരു രീതിയിലാണ് ക്യാപ്റ്റൻ ലെറ്റർ എഴുതുന്നത്. അടുത്തതൊരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ ആണ്. 4 സഹി പ്രസ്താവ് ചുൻകർ ലിഖിയം എന്നാണ്. 4 ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുത്ത് എഴുതാനാണ്. 6 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. അതിൽ 4 എണ്ണമാണ് ശരിയുള്ളത്, അത് എഴുതണം. കേശവയ്ക്ക് മാതാപിതാ ഷഹർമേം അസ്ഥായി ഠേരേമേ രഹത്തെ ഥേ. കേശവൻ്റെ അച്ഛനും അമ്മയും പട്ടണത്തിലെ സ്ഥിരമല്ലാത്ത ഒരു ഠേരയിലാണ് താമസിച്ചിരുന്നത്. കേശവ് അമീർ പരിവാർക്കൽ എടുക്കാത്ത. കേശവ് എന്താണ്? ഒരു ധനിക കുടുംബത്തിലെ ആൺകുട്ടിയാണ്. കേശവയ്ക്ക് മന്മേം ക്രിക്കറ്റ് ഖേൽനേക്ക് ബഡി ഇച്ഛാ ഥി. കേശവൻ്റെ മനസ്സിൽ എന്താണ്? ക്രിക്കറ്റ് കളിക്കാനുള്ള വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു. ക്രിക്കറ്റ് ഖേൽനെ വാലെ ലഡ്കോൻ സെ കേശവ് ബുറ വ്യവഹാർ കർത്താത. ക്രിക്കറ്റ് കളിക്കുന്ന ആൺകുട്ടികളോട് കേശവ് എന്താണ്? ചീത്ത രീതിയിലാണ് പെരുമാറിയിരുന്നത്. കിസി ഇമാരത് സെ ഗിർക്കർ കേശവ്ക്ക് ചോട്ട് ലഗി ഥി. കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് വീണ് കേശവന് പരിക്കുപറ്റി. കേശവ് സബ്കി സഹായത കർണമേ തത്പരത. കേശവ് എല്ലാവരെയും സഹായിക്കാൻ തത്പരനായിരുന്നു. അപ്പോൾ ഏതൊക്കെയാണ് ശരി? केशव के माता पिता शहर में अस्थायी ठहरे में रहते थे. केशव के मन में क्रिकेट खेलने की बड़ी इच्छा थी. किसी इमारत से गिरकर केशव को चोट लगी. കേശവ് സബ്കി സഹായത करने में तत्पर था. അപ്പോൾ ഇത്രയുമാണ് കറക്റ്റ്. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിലെ ആക്ടിവിറ്റീസ് വരുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വേറൊരു ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റീസ് നമുക്ക് നോക്കാം. ധന്യവാദ്.